ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്. പാനി ഈ ഒരു പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഞാൻ ഓൾറെഡി മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം ഇതാണ്. ചിത്ര ദേഖെ കവിതാക്ക് സമാൻ ആശയ വാലി പങ്ക്തിയാൻ ജോഡി. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ഇങ്ങനെ വെള്ളമൊക്കെ വീഴുന്ന ഒരു ചിത്രം. അപ്പോൾ ഈ ചിത്രം നോക്കിയിട്ട് ഇതിൻ്റെ സമാന ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. നോക്കാം നമുക്ക്. ഇതാണ് ആദ്യത്തെ വരുന്നത്. ഏതാണ്? പാനി സേഹി ബഹത്തെ ജറിനെ നദിയ നാലേ ബഹത്തെ. അല്ലേ, വെള്ളം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നദികളും തോടുകളും അല്ലേ പുഴകളുമൊക്കെ ഇങ്ങനെ ഒഴുകുന്നത് എന്നാണ് പറയുന്നത്. അടുത്തത് എന്താ? അടുത്തത് ഇതാണ്, കണ്ടോ, ഒരു പാടം പോലെയൊക്കെ നമുക്ക് തോന്നും അല്ലേ, ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പാനി സേഹി ഫസലേ ഉഗത്തി ഹർവൻ ഉപവൻ ഫലിത. അല്ലേ, വെള്ളമുള്ളത് കൊണ്ടാണ് എന്താണ് ഇങ്ങനെയുള്ള ചെടികളൊക്കെ ഇങ്ങനെ പച്ച പിടിച്ച് നിൽക്കുന്നതും അതിൽ നല്ല നല്ല വിളകൾ ഉണ്ടാവുന്നതും. എല്ലാ വനങ്ങളും പൂങ്കാവനങ്ങളും ഒക്കെ വെള്ളമുള്ളത് കൊണ്ട് മാത്രമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം എന്താ എഴുതേണ്ടത്? പാനി സേഹി ഫസലേ ഉഗത്തി ഹർവൻ ഉപവൻ ഫലിത എഴുതേണ്ടത്. ഇനി എന്താണ്? പടേ ഓർ ബരേ. ഏത് ഓർഡറിലാണ് വരേണ്ടത് എന്നാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. എന്ത് എഴുതാം? ഇവിടെ എഴുതാം ജർനെ ബർത്തെ. അല്ലേ, ജർണകൾ നാലേ ബർത്തെ. ജർണ എന്ന് പറഞ്ഞാൽ എന്താ? അരുവികൾ. നാലേ ബർത്തെ തോടുകൾ നിറയുന്നുണ്ട്. താൽ തലയ്യ ഭർജാത്തെ. താൽ തലയ്യ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കുളങ്ങൾ നിറയുന്നുണ്ട്. അതിങ്ങോട്ട് എടുത്ത് എഴുതുക. പിന്നെന്താണ്? ഗഗർ ബർജാത്തി. ഗഗർ ബർജാത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? കുടങ്ങൾ നിറയുന്നുണ്ട്. പിന്നെന്താണ്? പിന്നെ 2 എണ്ണം കൂടി എഴുതാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഇവിടെ നദിയാൻ പർത്തിന്ന് എഴുതാം, അല്ലെങ്കിൽ എന്താണ് ഫസിലെ ഉഗത്തി എന്ന് എഴുതാം. ഇവിടെ എന്താണ്? വെള്ളം കൊണ്ട് തന്നെയാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ ജീവിതം. അപ്പോൾ ജീവൻ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യത്തേൽ ജർണെ ബഹത്തെ, രണ്ടാമത്തത് നാലേ ബഹത്തെ, താൽ തലയ്യ ബർജാത്തെ. പിന്നെ റൈറ്റ് സൈഡിൽ ആദ്യത്തേൽ ഗഗർ ബർജാത്തി ഹെ. പിന്നത്തേൽ ഒന്നില്ലെങ്കിൽ നദിയാൻ ബർത്തി എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്താണ് ഫസലെ ഉഗത്തെ എഴുതാം. അതുപോലെ തന്നെ അവസാനത്തേൽ എന്താണ്? ജീവൻ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക. കവിതാക്ക ആശയം ലിഖേം. ഈ കവിതയുടെ ആശയം ഹിന്ദിയിൽ എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. പാനി ത്രിലോക് സിംഗ് ടക്കുരയിലാക്കി കവിത ഹെ. പാനി ആരാണ് എഴുതിയിരിക്കുന്നത്? ത്രിലോക് സിംഗ് ടക്കുരയിലാണ് എഴുതിയിരിക്കുന്നത്. യഹാ കവി പാനി കി മഹിമാക്ക വർണ്ണൻ കർത്താ ഹെ. ഇവിടെ കവി എന്തിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്? വെള്ളത്തിൻ്റെ മഹിമയെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഹർ ബൂന്ത് പാനി മിൽക്കർ സാഗർ ബൻതാ ഹെ. ഓരോ തുള്ളി വെള്ളവും ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? കടലുണ്ടാവുന്നത്, അല്ലെങ്കിൽ സാഗരം ഉണ്ടാവുന്നത്. യഹാ കെ നാലെ താൽ ജീൽ സമുദ്ര ആദി പാനി സെ ബർ രഹത്തെ ബരേ ഹെ. ഇവിടെയുള്ള ഇവിടെയുള്ള എന്താണ്? ചെറിയ ചെറിയ തോടുകളും അരുവികളും നദികളും കുളങ്ങളും എല്ലാം വെള്ളം കൊണ്ടാണ് നിറയുന്നത്. പാനി സേഹി ഫസിലെ ഉഗത്തി ഓർ പേട് ഫലത്തെ. വെള്ളമുള്ളത് കൊണ്ടാണ് നമുക്ക് വിളവുകളൊക്കെ കിട്ടുന്നത്. അതുപോലെ തന്നെ വൃക്ഷങ്ങളിലൊക്കെ എന്തുണ്ടാവുന്നത്? ഫലങ്ങൾ ഉണ്ടാവുന്നത്. ഇസ് ഭൂമി പർ ജീവൻ ചലനെ കാ കാരൺ ഹി പാനി ഹെ. ഈ ഭൂമി ജീവൻ നിലനിൽക്കാനും ഉണ്ടാവാനുമുള്ള ഒരേ ഒരു കാരണം എന്ത് തന്നെയാണ്? വെള്ളമാണ്. അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് ഈ ഭൂമിയിൽ വെള്ളമാണ് എന്നാണ് പറയുന്നത്. പാനി ഉത്തമ ധൻ ഹെ और उसकी രക്ഷാ കർണി ചാഹിയെ. പാനി, വെള്ളം എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായ ഒരു ധനം തന്നെയാണ്. പിന്നെ എന്താ പറയുന്നത്? നമ്മൾ അതിനെ രക്ഷിക്കണം, അല്ലേ, അതിനെ കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ആശയം നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. ചോദ്യം എന്താണ്? आवो बचत करे पानी के महत्व पर പോസ്റ്റർ തയ്യാർ കരേ. എന്താണ്? ആവോ ബച്ചത്ത് കരേ പാനിക്ക്. വരൂ, നമുക്ക് വെള്ളത്തെ ബച്ചത്ത് എന്ന് പറഞ്ഞാൽ സേവിങ്, അല്ലേ, നമുക്ക് സ്വരുക്കൂട്ടി വെക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറയുന്നത്. പാനി ബച്ചാവോ ജീവൻ ബച്ചാവോ. വെള്ളത്തെ രക്ഷിക്കൂ, ജീവിതത്തെ സംരക്ഷിക്കൂ. എന്താണ് ഇങ്ങനെ വരച്ചിട്ട് എന്ത് എഴുതാം? ജൽഹി ജീവൻ ഹേ. ജീവൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ജലം തന്നെയാണ്. അടുത്തത് ജൽഹി ജീവൻ ഹേ. അപ്പം അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് പോസ്റ്ററുകൾ തയ്യാറാക്കാം. ചിത്ര കീച്ചെ സന്ദേശ് വാക്കിലേക്ക് ആകർഷക് ബനായെ. അപ്പോൾ ഇങ്ങനെയുള്ള പിക്ചറുകളൊക്കെ പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കുക. നിങ്ങൾക്ക് പറ്റുന്ന സന്ദേശവാക്യങ്ങൾ എഴുതാൻ പറയുന്നുണ്ട്.
ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് വാക്യങ്ങളായിട്ട് എഴുതാം. പാനി നഹി ഹം ബി നഹി, പാനി അമൂല്യ ഹെ, ബചത് കരെ പാനി. ഇതാണ് കവിത സെ സമാനാർത്ഥക് ശബ്ദ് ചുനെ ഓർ ലിഖേൻ. അപ്പോൾ ഇവിടെ ജംഗൽ, താലാബ് എന്നൊക്കെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അതേ മീനിങ് വരുന്ന, അതേ അർത്ഥം വരുന്ന വാക്കുകൾ ഈ കവിതയിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറയുന്നത്. താലാബ്, ജംഗൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കാടാണ് അല്ലേ? കാട് എന്ന അർത്ഥം വരുന്ന വേർഡ് ഏതായിരുന്നു നമ്മൾ പഠിച്ച കവിതയിൽ? ഹർവൻ ഉപവൻ. ഹർവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ കാടുകളും. അപ്പോൾ ഏതാണ്? വന്നാണ് ജംഗലിൻ്റെ അതേ അർത്ഥം വരുന്നത്. നെക്സ്റ്റ് എന്താണ്? താലാബ്. താലാബ് എന്ന് പറഞ്ഞാൽ പോണ്ട്, കുളം. കുളം വരുന്ന ഏതാണ്? താൽ തലയ്യ, നമ്മൾ പഠിച്ചില്ലേ? അതിൽ താൽ എഴുതാ. നെക്സ്റ്റ് സൻസാർ. സൻസാർ എന്ന അർത്ഥം വരുന്ന ഏതാണ്? ജഗ്. ജഗ് എന്ന് എഴുതുക. സൻസാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകം. അപ്പോൾ ഈ ലോകം എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നത് ജഗ്ഗാണ്. ധർത്തി. ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി. അതിന് മറ്റൊരു അർത്ഥം ഏതാണ്? മറ്റൊരു വേർഡ് ഏതാണ്? വസുധ. അടുത്തത് മേഘ്. മേഘിൻ്റെ അതേ അർത്ഥം വരുന്നതാണ് ബാദൽ, ക്ലൗഡ്സ്, മേഘങ്ങൾ. ബഗീച്ച. ബഗീച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാർഡൻ, പൂന്തോട്ടം. ബഗീച്ച അർത്ഥം വരുന്നത് ഉപവൻ. അടുത്തത് സരോവർ. സരോവർ സമുദ്രം, കടൽ എന്നൊക്കെ അർത്ഥം വരുന്നതാണ് സരോവർ. ആകാശ്. ആകാശ് എന്ന് പറഞ്ഞാൽ ആകാശം. അതേ അർത്ഥം വരുന്ന ഏതാണ്? നബ്. പിന്നെ ജല്ലിൻ്റെ അതേ അർത്ഥം വരുന്ന ഏതാണ്? പാനി, വെള്ളം, ജലം അല്ലേ? അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ വന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്